ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 29-ാമത്തെ വാക്യം. 29 ഇങ്ങനെ വായിക്കുന്നു: യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാരൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു, എങ്ങനെയാണ് ഞങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നത്? അപ്പോൾ കർത്താവ് മറുപടി പറയുകയാണ്, ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക എന്ന് വെച്ചാൽ യേശു കർത്താവിൽ വിശ്വസിക്കുക എന്നുള്ള കാര്യമാണ്. അപ്പം വിശ്വാസത്താൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും എന്ന്. അപ്പോൾ വിശ്വാസമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ആധാരമായിരിക്കുന്നത്. കൃപായുഗത്തിലും വിശ്വാസത്താലേ കൃപയാൽ നാം രക്ഷിക്കപ്പെടുന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശിലുള്ള വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പഴയ നിയമത്തിൽ പല സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് വിശ്വാസത്താൽ അവർ രക്ഷിക്കപ്പെടുന്നത്. അതിൻ്റെ ഒരു കഥയാണ് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ തന്നിരിക്കുന്ന ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന ചെറുപ്പക്കാരുടെ കഥയല്ല, സംഭവമാണ്. അത് നെബൂഖദ്നേസർ വലിയ ഒരു സ്വർണ്ണബിംബം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പ്രതിഷ്ഠാ ദിവസം എല്ലാവരും ആ പ്രതിമയുടെ മുൻപിൽ നമസ്കരിക്കണം, അല്ലെങ്കിൽ അവരെ തീച്ചൂളയിൽ ഇട്ട് കളയുമെന്നുള്ള ഒരു വിളംബരം ചെയ്തു. എന്നാൽ ഈ പുരുഷന്മാർ, യഹൂദ പുരുഷന്മാർ, ദൈവത്തെ അല്ലാതെ, യഹോവയെ അല്ലാതെ ആരെയും ആദരിക്കുകയില്ല, ആരുടെയും മുൻപിൽ അങ്ങനെ ദൈവമെന്ന് പറഞ്ഞ് നമസ്കരിക്കുകയില്ല എന്ന് അവർ തെളിയിക്കുന്ന ഒരു സംഭവമാണിത്. അങ്ങനെ അവരുടെ വിശ്വാസത്താൽ അവർ രക്ഷിക്കപ്പെടുന്നതായിട്ടും നമ്മൾ അവിടെ കാണുന്നുണ്ട്. എന്താണ് ഇവിടെ പറയുന്നത്? രാജാവ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ വെച്ച ആ വിഗ്രഹത്തിൻ്റെ മുൻപിൽ നമസ്കരിക്കാതിരുന്നത്? നിങ്ങൾക്ക് ഇത്ര ധാർഷ്ട്യമോ? നിങ്ങൾ ഇത്ര ഈ വിധത്തിൽ അനുസരണക്കേട് കാണിക്കാൻ തക്കവണ്ണം നിങ്ങൾക്ക് എന്താണ് പ്രചോദനമേകുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, ഞങ്ങളുടെ ദൈവത്തെ അല്ലാതെ ഞങ്ങൾ ആരുടെയും മുൻപിൽ നമസ്കരിക്കുകയില്ല. ഈ സ്വർണ്ണബിംബം അത് ദൈവമല്ല, അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ മുൻപിൽ സാഷ്ടാംഗം വീഴുകയുമില്ല. കാരണം ഞങ്ങളെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്, ഞങ്ങളെ കരുതുന്ന ഒരു ദൈവമുണ്ട്, ഞങ്ങൾക്കായി നന്മകൾ ചെയ്യുന്ന, ഞങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ട്. ആ ദൈവം ഞങ്ങളെ രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും, ഈ തീച്ചൂളയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കും. അത്ര ധൈര്യത്തോടെയാണ് അവരത് പ്രഖ്യാപിക്കുന്നത്. വാസ്തവത്തിൽ അവരുടെ വിശ്വാസമായിരുന്നു പ്രഖ്യാപിച്ചത്. അപ്പോൾ രാജാവിന് കൂടുതൽ കോപമുണ്ടായി. എന്നാലൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് ആ വലിയ തീച്ചൂള കുറച്ചും കൂടെ ശക്തിയുള്ളതാക്കി തീർത്ത് ഇവരെ അവരുടെ വസ്ത്രങ്ങളോടുകൂടെ തന്നെ കൈയും കാലും ഒക്കെ കെട്ടി ഇടുകയാണ്. അവരെ ചുമന്നുകൊണ്ട് പോയവർ തീ കൊണ്ട് കരിഞ്ഞു പോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഇവരെ ദൈവം വിടുവിച്ചു. 4ാമതൊരുവൻ അവിടെ ഇറങ്ങി ഇവരെ വിടുവിച്ചു. ഈ രാജാവിന് തന്നെ അതിശയമായി. നമ്മൾ 3 പേരെയല്ലേ ഇതിനകത്തോട്ട് ഇട്ടത്, പക്ഷേ ഇതാ 4 പേരുണ്ടല്ലോ അവിടെ. 4ാമത്തവനൊരു ദൈവപുരുഷൻ്റെ പോലെയാണല്ലോ ഇരിക്കുന്നത്, മുഖം ഇത്ര ശോഭയേറിയതാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവരെ തിരിച്ചവിടെ നിന്നും കയറ്റുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അനന്തരഫലമായിട്ട് നെബൂഖദ്നേസർ രാജാവ് പറയുകയാണ്, ഇവരുടെ വിശ്വാസം വലിയതാണ്, ഇവരുടെ ദൈവം വലിയതാണ്. ഇനി ഈ ദൈവത്തിനെതിരായിട്ട് ആരെങ്കിലും ഒരു ശബ്ദം ഇവിടെ പറയുകയാണെങ്കിൽ അവരെ ഞാൻ ശിക്ഷിക്കും, അവരുടെ ഭവനത്തെ ഞാൻ കുപ്പക്കുന്നാക്കി തീർക്കുമെന്ന് പറയുകയാണ്. ഇവിടെ എന്താണ്? ആ വിശ്വാസത്തിൻ്റെ ശക്തിയാണ്. അവർ പ്രഖ്യാപിക്കുന്നത് എന്താണെന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ദൈവം ഞങ്ങളെ വിടുവിക്കും, അവന് കഴിയും ഞങ്ങളെ വിടുവിക്കാൻ.
ഇനി ദൈവം ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിൽ തന്നെയും ഞങ്ങൾ ആ ദൈവത്തെ അല്ലാതെ വേറൊരുത്തരുടെയും മുൻപിൽ തല കുനിക്കുകയില്ല. വേറൊരുത്തനും ഞങ്ങളുടെ ദൈവമല്ല, ഇതാണ് ഞങ്ങളുടെ ദൈവം. അപ്പോൾ അവരാ വിശ്വാസം അങ്ങനെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ദൈവത്തിന് പ്രസാദമായി തോന്നി. അതായത് ഇവിടെ നമ്മൾ വായിച്ച വചനം എന്താണ്? ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ എന്തിന് കഴിയും? നിങ്ങളുടെ വിശ്വാസത്തിന് കഴിയും. അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുക, ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുക. അപ്പം പഴയ നിയമത്തിൽ ക്രിസ്തു എന്ന രീതിയിൽ അവരറിഞ്ഞിരുന്നില്ല. എങ്കിൽ തന്നെയും യഹോവയിൽ അവർ പൂർണ്ണ ആശ്രയം വെച്ചിരുന്നു. ആ യഹോവയിൽ തൃത്വമുണ്ടെന്നുള്ളതും നമുക്കറിയാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട് എന്നുള്ളതും നമുക്കറിയാം. എങ്കിലും അവരത് വിവേചിച്ചറിഞ്ഞിരുന്നില്ലെങ്കിൽ തന്നെയും ദൈവത്തെ വാസ്തവമായി അവരാരാധിച്ചു കൊണ്ടിരുന്നു. അവർ ആ വിശ്വാസമാണ് പ്രഖ്യാപിക്കുന്നത്. അവരുടെ വിശ്വാസ പ്രഖ്യാപനം ദൈവത്തിന് പ്രസാദമായി തോന്നുകയും ദൈവം അവരെ വിടുവിക്കുകയും ആ തീച്ചൂളയിൽ ഇറങ്ങി അവരെ വിടുവിച്ച ദൈവത്തെയാണ് നമ്മളവിടെ കാണുന്നത്. ഇങ്ങനെ നമ്മുടെ വിശ്വാസത്താൽ നമ്മുടെ കഷ്ടങ്ങളിൽ, നമ്മുടെ രോഗങ്ങളിൽ, നമ്മളുടെ പ്രയാസങ്ങളിൽ നമ്മെ വിടുവിപ്പാൻ കഴിവുള്ള ഒരു ദൈവം നമുക്കുണ്ട്. നമുക്ക് ആ ദൈവത്തെ ആരാധിക്കാം. നമുക്ക് ആ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം.